ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് പഠിക്കുന്നത് നവോത്ഥാന നായകനായ തൈക്കാട് അയ്യാവിനെ കുറിച്ചാണ്. ഇപ്പോൾ തൈക്കാട് അയ്യയെ വിശേഷിപ്പിക്കുന്നത് ഗുരുക്കന്മാരുടെ ഗുരു എന്നാണ് അറിയപ്പെടുന്നത്. ഇദ്ദേഹം ജനിച്ചത് 1814 അപ്പോൾ 1814 തമിഴ്നാട്ടിലെ ചെങ്കൽപ്പേട്ട് എന്നറിയപ്പെടുന്ന നഗലപുരം അവിടെയാണ് ജനിച്ചത്. 1814 ഇദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് മുത്തുകുമാരൻ, മാതാവ് രുക്മിണി അമ്മാൾ. ഇപ്പോൾ പിതാവ് മുത്തുകുമാരൻ, മാതാവ് രുക്മിണി അമ്മാൾ, ഭാര്യ കമലമ്മാൾ. യഥാർത്ഥ നാമം സുബ്ബരായൻ. അപ്പോൾ തൈക്കാട് അയ്യയുടെ യഥാർത്ഥ നാമം സുബ്ബരായൻ. ഇദ്ദേഹം അന്തരിച്ചത് 1909 ജൂലൈ 20. അപ്പം 1814 ജനിച്ച തൈക്കാട് അയ്യ 1909 ജൂലൈ 20 അന്തരിക്കുന്നത്. ശരിക്കുള്ള നാമം സുബ്ബരായൻ. ജന്മസ്ഥലം തമിഴ്നാട്ടിലെ നഗലപുരം, അതിപ്പം ചെങ്കൽപ്പേട്ട് എന്നറിയപ്പെടുന്നു. ഇനി ഇദ്ദേഹത്തിൻ്റെ ആത്മീയ ഗുരുക്കന്മാർ ഒന്നോർത്ത് വയ്ക്കുക. ശ്രീ ചിട്ടിപ്പരദേശി, ശ്രീ ചിട്ടിപ്പരദേശിയും സച്ചിദാനന്ദ മഹാരാജയും ഇവരാണ് തൈക്കാട് അയ്യയുടെ ആത്മീയ ഗുരുക്കന്മാർ. അപ്പോൾ ചിട്ടിപ്പരദേശിയും സച്ചിദാനന്ദ മഹാരാജയും. തൈക്കാട് അയ്യയെ യോഗ അഭ്യസിപ്പിച്ചത് ഈ ഗുരുക്കന്മാരൊരാളായ സച്ചിദാനന്ദ സ്വാമിയാണ്. സച്ചിദാനന്ദ സ്വാമിയാണ് തൈക്കാട് അയ്യയെ യോഗ അഭ്യസിപ്പിച്ചത്. തൈക്കാട് അയ്യ ഗുരു സ്വീകരിച്ച നാമം ശിവരാജയോഗി അയ്യ സ്വാമികൾ. അപ്പം അദ്ദേഹം സന്യാസിയായപ്പോൾ സ്വീകരിച്ച നാമം എന്ന് പറയുന്നത് ശിവരാജയോഗി അയ്യ സ്വാമികൾ. അപ്പോൾ ശിവരാജയോഗി അയ്യ സ്വാമികൾ എന്നറിയപ്പെടുന്ന ആരാണ്? തൈക്കാട് അയ്യയാണ്. ഇദ്ദേഹത്തെ വരേണ്യവർഗം വിളിച്ചിരുന്നത് പാണ്ടിപ്പറയൻ, പണലിപ്പറയൻ എന്നൊക്കെ പേരുകളിലാണ് വരേണ്യവർഗം അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. ഇന്ത ഉലകത്തിൽ ഒരേ ഒരു ജാതി താൻ, ഒരേ ഒരു മതം താൻ, ഒരേ ഒരു കടവുൾ താൻ എന്ന് ആദ്യമായി പ്രഖ്യാപിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് തൈക്കാട് അയ്യ. അപ്പോൾ ഇന്ത ഉലകത്തിൽ ഒരേ ഒരു ജാതി താൻ, ഒരേ ഒരു മതം താൻ, ഒരേ ഒരു കടവുൾ താൻ എന്ന് ആദ്യമായി പ്രഖ്യാപിച്ചത് തൈക്കാട് അയ്യയാണ്. ഇതിൻ്റെ മലയാളം തർജിമയായിട്ടുള്ള ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന ഉദ്ധരണിയെ പ്രശസ്തമാക്കിയത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ആരാണ്? ശ്രീനാരായണ ഗുരുവായിരുന്നു. ഓക്കെ, അപ്പോൾ ശ്രീനാരായണ ഗുരു പറഞ്ഞിരിക്കുന്ന ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന ഉദ്ധരണിക്ക് മുൻപ് ഇന്ത ഉലകത്തിൽ ഒരേ ഒരു ജാതി താൻ, ഒരേ ഒരു മതം താൻ, ഒരേ ഒരു കടവുൾ താൻ എന്ന് തമിഴിൽ പറഞ്ഞത് തൈക്കാട് അയ്യയായിരുന്നു. സവർണ ജാതിക്കാരെയും അവർണ ജാതിക്കാരെയും ഉൾപ്പെടുത്തി ആദ്യമായി പന്തി ഭോജനം. ആലോചിക്കുക, പന്തി ഭോജനം. എന്താണ് പന്തി ഭോജനം? സവർണ ജാതിക്കാരെയും അവർണ ജാതിക്കാരെയും, അത് മേൽജാതിക്കാർ കീഴ്ജാതിക്കാർ എന്നറിയപ്പെടുന്ന വിഭാഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ആര്? തൈക്കാട് അയ്യ. ഈ തൈക്കാട് അയ്യയെ ചട്ടമ്പി സ്വാമിയും ശ്രീനാരായണ ഗുരുവും യോഗ പഠിപ്പിച്ചിരുന്ന കാര്യവും, അതുപോലെ ആരാണ് തൈക്കാട് അയ്യയ്ക്ക് ശ്രീനാരായണ ഗുരുവിനെ പരിചയപ്പെടുത്തി കൊടുത്തത് ചട്ടമ്പി സ്വാമിയാണ് എന്നൊക്കെ നമ്മൾ ശ്രീനാരായണ ഗുരുവിൻ്റെ പാഠഭാഗത്ത് പഠിച്ചിരുന്നു. അപ്പം ഈ രണ്ടുപേരെയും യോഗ അഭ്യസിപ്പിച്ചത് തൈക്കാട് അയ്യയാണ്. മറ്റൊരു സാമൂഹ്യ പരിഷ്കർത്താവായ വൈകുണ്ഠസ്വാമിയും തൈക്കാട് അയ്യയും തമ്മിൽ കണ്ടുമുട്ടിയത് നാഗർകോവിൽ വെച്ചാണ്. അപ്പോൾ നാഗർകോവിൽ വെച്ചാണ് തൈക്കാട് അയ്യയും വൈകുണ്ഠസ്വാമിയും തമ്മിൽ കണ്ടുമുട്ടിയത്. തിരുവിതാംകൂർ മഹാരാജാവായ ആയില്യം തിരുനാളിൻ്റെ കാലത്ത് തിരുവിതാംകൂർ റെസിഡൻ്റായ മക്ഗ്രിഗറെ യോഗയും തമിഴും അഭ്യസിപ്പിച്ചു. അപ്പോൾ എന്താണ്? തിരുവിതാംകൂർ മഹാരാജാവായ ആയില്യം തിരുനാളിൻ്റെ കാലത്ത് അന്നത്തെ തിരുവിതാംകൂർ റെസിഡൻ്റായിരുന്ന മക്ഗ്രിഗർ അദ്ദേഹത്തെ യോഗയും തമിഴും അഭ്യസിപ്പിച്ചത് തൈക്കാട് അയ്യയാണ്. അപ്പോൾ അയ്യ ഗുരുവിനെ തൈക്കാട് റെസിഡൻസിയുടെ മാനേജരായി നിയമിച്ചതും ഈ മക്ഗ്രിഗറായിരുന്നു. ഈ ആരാണ്? തിരുവിതാംകൂർ റെസിഡൻ്റായിരുന്ന. അപ്പോൾ ആ റെസിഡൻസിയുടെ മാനേജരായിരുന്നു ആര്? അയ്യ ഗുരു. അതുകൊണ്ട് അദ്ദേഹത്തിന് തൈക്കാട് അയ്യ എന്ന് വിളിക്കുന്നത്. അയ്യ സ്വാമികൾ തൈക്കാട് റെസിഡൻസിയുടെ സൂപ്രണ്ട് പദവി വഹിച്ചത് 1873 മുതൽ അദ്ദേഹം മരിക്കുന്നവരെ 1909 വരെയും തൈക്കാട് റെസിഡൻസിയുടെ സൂപ്രണ്ടായിരുന്നു. മനോന്മണിയം സുന്ദരൻ പിള്ളയുടെ സഹായത്തോടെ തൈക്കാട് അയ്യ ഗുരു സ്ഥാപിച്ച സംഘടനയാണ് ശൈവ പ്രകാശ സഭ. നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യനിലൊക്കെ ഉണ്ടായിരുന്നതാണ് ശൈവ പ്രകാശ സഭ. അപ്പോൾ തൈക്കാട് അയ്യയാണ്
ശൈവപ്രകാശ സഭ സ്ഥാപിച്ചത് ആരുടെ സഹായത്തോടു കൂടി? മനോന്മണിയം സുന്ദരൻ പിള്ളയുടെ സഹായത്തോടു കൂടി. ഈ ശൈവപ്രകാശ സഭ സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ തിരുവനന്തപുരത്തെ ചാലയിലാണ്. തിരുവിതാംകൂറിലെ, ഇനി മനോന്മണിയം സുന്ദരൻ പിള്ളയെക്കുറിച്ച് പറയുകയാണെങ്കിൽ തിരുവിതാംകൂറിലെ ആദ്യത്തെ MA ബിരുദധാരിയാണ്. അപ്പോൾ ആദ്യത്തെ MA ബിരുദധാരിയാണ് തിരുവിതാംകൂറിലെ ആര്? മനോന്മണിയം സുന്ദരൻ പിള്ള. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സഹായത്തോടു കൂടി തൈക്കാട് അയ്യ സ്ഥാപിച്ച സംഘടനയാണ് ശൈവപ്രകാശ സഭ. ഇപ്പോൾ തിരുവനന്തപുരത്തെ ചാലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏതൊരു യോഗിക്കും വിഗ്രഹ പ്രതിഷ്ഠ നടത്താമെന്ന് വാദിച്ച നവോത്ഥാന നായകനാണ് തൈക്കാട് അയ്യ. അപ്പം ഏതൊരു യോഗിക്കും, അതായത് യോഗിയായ ഏതൊരാൾക്കും എന്ത് ചെയ്യാം? വിഗ്രഹ പ്രതിഷ്ഠ നടത്താമെന്ന് ഈ തൈക്കാട് അയ്യ വാദിച്ചിരുന്നു. പന്തിഭോജനം സംഘടിപ്പിച്ച് ജാതി വ്യവസ്ഥയെ ഇദ്ദേഹം വെല്ലുവിളിച്ചിരുന്നു. അപ്പോൾ പന്തിഭോജനം നമ്മൾ നേരത്തെ പറഞ്ഞു എന്തായിരുന്നു? ഉയർന്ന ജാതിക്കാരെയും താഴ്ന്ന ജാതിക്കാരെയും ഒരുമിച്ചിരുത്തി പന്തിഭോജനം നടത്തിയാണല്ലേ. അപ്പോൾ അതുകൊണ്ട് അന്നത്തെ ജാതി വ്യവസ്ഥയെ വെല്ലുവിളിച്ച നവോത്ഥാന നായകനും ആരായിരുന്നു? തൈക്കാട് അയ്യായിരുന്നു. ഇദ്ദേഹം അടുത്ത പ്രധാനപ്പെട്ട ഒരു സംഘടനയെക്കുറിച്ചുകൊണ്ട് തൈക്കാട് അയ്യ യോഗ, വേദാന്തം തുടങ്ങിയ വിഷയങ്ങളിൽ, അപ്പോൾ യോഗയിലും വേദാന്തമൊക്കെ തുടങ്ങിയ വിഷയങ്ങളിൽ പ്രഭാഷണം നടത്തിയത് എവിടെ വെച്ചാണ്? പേട്ടയിലെ, തിരുവനന്തപുരത്തെ പേട്ടയിലെ ജ്ഞാനപ്രകാശ സഭ. അപ്പോൾ 2 സംഘടന വരുന്നു. ജ്ഞാനപ്രകാശ സഭയും വരുന്നു, അതുപോലെ തന്നെ ശൈവപ്രകാശ സഭയും വരുന്നു. അപ്പോൾ ജ്ഞാനപ്രകാശ സഭയിൽ എന്ത് ചെയ്തു? തൈക്കാട് അയ്യ യോഗ, വേദാന്തം തുടങ്ങിയ വിഷയങ്ങളിൽ പ്രഭാഷണം നടത്തി. ശൈവപ്രകാശ സഭ മനോന്മണിയം സുന്ദരപ്പള്ളിയുടെ സഹായത്തോടു കൂടി തൈക്കാട് അയ്യ സ്ഥാപിച്ച സംഘടനയുമാണ്. ഇനി ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരെക്കുറിച്ച് പഠിക്കാം. നമുക്ക് ഓൾറെഡി 2 പേരെ അറിയാം. ആരാണ്? ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമി. മറ്റ് ശിഷ്യന്മാർ വളരെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അയ്യങ്കാളി, കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ, രാജാ രവിവർമ്മ, സ്വാതി തിരുനാൾ, ഇവരെല്ലാം നമുക്കറിയാം. അപ്പോൾ ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി, കേരളവർമ്മ, വലിയ കോയിത്തമ്പുരാൻ, രാജാ രവിവർമ്മ, സ്വാതി തിരുനാൾ. ഇനി മറ്റ് ശിഷ്യന്മാർ പറയുമ്പോൾ പേട്ട ഫെർണാണ്ടസ്, സ്വയം പ്രകാശ യോഗിനിയമ്മ, വെളുത്തേരി കേശവൻ വൈദ്യർ, തക്കല പീർ മുഹമ്മദ്, അപ്പാവ് വക്കീൽ. ആരൊക്കെയാണ്? പേട്ട ഫെർണാണ്ടസ്, സ്വയം പ്രകാശ യോഗിനിയമ്മ, വെളുത്തേരി കേശവൻ വൈദ്യർ, തക്കല പീർ മുഹമ്മദ്. അപ്പോൾ ഇവരെല്ലാം ആരാണ്? തൈക്കാട് അയ്യയുടെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരായിരുന്നു. ഇനി നമുക്ക് തൈക്കാട് അയ്യയുടെ പ്രധാനപ്പെട്ട കൃതികളെക്കുറിച്ച് പഠിക്കാം. കൃതികളെന്ന് പറയുന്നത് ബ്രഹ്മോത്തര കാണ്ഡം, രാമായണം പാട്ട്, രാമായണം സുന്ദരകാന്ഡം, രാമായണം ബാലകാന്ഡം. അപ്പോൾ രാമായണത്തിൻ്റെ 3 വരുന്നു. അപ്പോൾ രാമായണം പാട്ട്, രാമായണം സുന്ദരകാന്ഡം, രാമായണം ബാലകാന്ഡം. പിന്നെ അതുപോലെ എൻ്റെ കാശിയാത്ര, തിരുവാറൂർ മുരുകൻ, പഴനി വൈഭവം, ഉജ്ജയിനി മഹാകാളി പഞ്ചരത്നം, ഹനുമാൻ പാമലൈ, കുമാരകോവിൽ കുറവൻ, ഉള്ളൂർ അമർന്ത ഗുഹൻ. അപ്പം ഇതിനകത്ത് ഇപ്പം നമുക്ക് കേൾക്കുമ്പോൾ കുറച്ച് തമിഴ് ചുവയുള്ള കുറച്ച് പേരുകളുണ്ട്. അപ്പോൾ അത് നമുക്ക് ഉറപ്പിക്കാം തൈക്കാട് അയ്യയാണ്. അപ്പോൾ പഴനി വൈഭവം, ഉജ്ജയിനി മഹാകാളി പഞ്ചരത്നം, ഹനുമാൻ പാമലൈ, കുമാരകോവിൽ കുറവൻ, ഉള്ളൂർ അമർന്ത ഗുഹൻ, തിരുവാറൂർ മുരുകൻ, എൻ്റെ കാശിയാത്ര. പിന്നെ രാമായണത്തിൻ്റെ 3 പറഞ്ഞു. രാമായണം പാട്ട്, രാമായണം സുന്ദരകാന്ഡം, രാമായണം ബാലകാന്ഡം, ബ്രഹ്മോത്തരകാന്ഡം. ഇതെല്ലാമാണ് തൈക്കാട് അയ്യയുടെ പ്രധാനപ്പെട്ട കൃതികൾ. അടുത്ത കാര്യം പറയാൻ, അയ്യാ ഗുരുവിൻ്റെ സ്മരണാർത്ഥം തിരുവനന്തപുരത്ത് അയ്യ സ്വാമി ക്ഷേത്രം സ്ഥാപിച്ച വർഷം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം, അതായത് ഇദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്ത് അയ്യ സ്വാമി ക്ഷേത്രം സ്ഥാപിച്ചത് 1943 ഇദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം വർഷം തോറും ക്ഷേത്രത്തിൽ ഗുരുപൂജ നടത്തി വരുന്നുണ്ട്. തൈക്കാട് അയ്യയുടെ സ്മരണാർത്ഥം. ഈ തൈക്കാട് അയ്യ സ്വാമി ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശിവനാണ്. അപ്പോൾ ശിവനാണ് തൈക്കാട് അയ്യ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ആരാധനാമൂർത്തി. ഇത് 1943 സ്ഥാപിച്ചത്. അടുത്ത അയ്യ മിഷൻ രൂപം കൊണ്ട വർഷം. അപ്പോൾ അയ്യ മിഷൻ എന്താണ്? 1984. 1955 ഇടയ്ക്കൊരു കാര്യമുണ്ട്, അയ്യ ഗുരുകുലം രൂപം കൊണ്ടുണ്ട്. അപ്പോൾ അയ്യ ഗുരുകുലം രൂപം കൊണ്ടത് 1955 അതിനുശേഷം 1984 അയ്യ മിഷനും രൂപം കൊണ്ടുണ്ട്. ഇനി കുറച്ച് കൺഫ്യൂസിങ് ഫാക്ട്സും കൂടെ നമുക്ക് പറഞ്ഞു നിർത്താം. പന്തി ഭോജനം നടത്തിയത് തൈക്കാട് അയ്യാണെന്ന് നമുക്കറിയാം. പക്ഷേ നമുക്കറിയാവുന്ന ചില കാര്യങ്ങളുണ്ട്. മിശ്ര ഭോജനം, സമപന്തി ഭോജനം, പ്രീതി ഭോജനം, ഇതൊക്കെ ഓർത്ത് വെച്ചിരിക്കണം. പന്തി ഭോജനം നടത്തിയത് തൈക്കാട് അയ്യാണ്. സമപന്തി ഭോജനം നടത്തിയത് വൈകുണ്ഠ സ്വാമികളും, മിശ്ര ഭോജനം നടത്തിയത് സഹോദരൻ. ഒരുപാട് പ്രാവശ്യം ചോദിച്ച ചോദ്യമാണ്. മിശ്ര ഭോജനം നടത്തിയത് സഹോദരൻ അയ്യപ്പനാണ്. പ്രീതി ഭോജനം ബാഗ്പടാനന്ദൻ. അപ്പോൾ പന്തി ഭോജനം മാത്രമാണ് നമുക്ക് തൈക്കാട് അയ്യയിലേക്ക് എടുക്കാൻ പറ്റുന്നത്. സമപന്തി ഭോജനം വരുന്നത് വൈകുണ്ഠ സ്വാമികളും, മിശ്ര ഭോജനം സഹോദരൻ അയ്യപ്പനും,
പ്രീതി ഭോജനം വാഗ്പടാണെന്നൊരുപാട് മാറിപ്പോയത്. ഇനി ഇദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങൾ, തൈക്കാടയ്യയുടെ വിശേഷണങ്ങൾ: ശിവരാജയോഗി, ഗുരുക്കന്മാരുടെ ഗുരു, നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഗുരുക്കന്മാരുടെ ഗുരു, ഹഠയോഗോപദേഷ്ട. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ശ്രീനാരായണ ഗുരുവിനെ ഹഠയോഗ വിദ്യ പഠിപ്പിച്ചത് ആരായിരുന്നു? തൈക്കാടയ്യാണ്. അപ്പം ഹഠയോഗോപദേഷ്ട എന്ന് അറിയപ്പെടുന്നതും തൈക്കാടയ്യാണ്. പിന്നെ തൈക്കാട് റെസിഡൻസിയിൽ സൂപ്രണ്ടായിട്ടിരുന്നിട്ടില്ലേ? ഓർമ്മയുണ്ടോ വർഷം? 1883 മുതൽ, അത് 73 മുതലാണല്ലോ, നോക്കാം. 1873 മുതൽ 1909 വരെയുള്ള കാലയളവിലാണ് സൂപ്രണ്ടായിട്ടിരുന്നില്ലേ? അപ്പോൾ സൂപ്രണ്ട് സ്വാമി എന്ന് വിളിച്ചിരുന്നതും ആരെയാണ്? സൂപ്രണ്ട് സ്വാമിയല്ല, സൂപ്രണ്ട് അയ്യ എന്ന് വിളിച്ചിരുന്നതും തൈക്കാടയ്യാണ്. അപ്പോൾ ശിവരാജയോഗി, ഗുരുക്കന്മാരുടെ ഗുരു, ഹഠയോഗോപദേഷ്ട, സൂപ്രണ്ട് അയ്യ എന്നിങ്ങനെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങൾ. അപ്പോൾ അത്രയാണ് തൈക്കാടയ്യെക്കുറിച്ചുള്ള കാര്യങ്ങൾ. നന്നായിട്ട് പഠിക്കുക. അടുത്ത വീഡിയോയിൽ അടുത്തൊരാളെക്കുറിച്ച് പഠിക്കാം.